കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് ഹോട്ടലിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കനേറ്റിയിൽ പ്രവർത്തിക്കുന്ന മന്തി മനസ്സിലാണ് ആക്രമണമുണ്ടായത്. തേവലക്കര സ്വദേശി അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവ് ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. മനോജ് ഉണ്ട് വിവരങ്ങളുമായി. മനോജ്, എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രകോപനം? ഇപ്പോൾ ഇതൊരു ഹോട്ടലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, വലിയ വൈറലുമായിട്ടുണ്ട്. എന്താണ് ഈ പ്രകോപനം ഉണ്ടായത്? ഈ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്താണ്? രാത്രിയിലാണ് ഈ കന്നേറ്റിയിൽ പ്രവർത്തിക്കുന്ന മന്തി മനസ്സിലേക്ക് യുവാവ് എത്തുന്നത്. ഇയാളുടെ കയ്യിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ വന്ന ഉടൻ തന്നെ ആ വാതിലിന്റെ ചില്ലും അതോടൊപ്പം തന്നെ അവിടെ മുഴുവൻ അടിച്ച് തകർക്കുകയായിരുന്നു. ആ സമയം ഈ ഹോട്ടലിൽ ആളുകൾ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ എത്തിയവരും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെയാണ് ഇയാൾ ഇവിടേക്ക് എത്തി മുഴുവൻ അടിച്ച് തകർക്കുന്നത്. ഇതിൽ തേവലക്കര സ്വദേശി അജ്മലാണ് ഈ ഹോട്ടൽ ഇങ്ങനെ അടിച്ചു തകർക്കുന്നത്. എന്താണ് ഇതിനുണ്ടായിട്ടുള്ള പ്രകോപനം എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇയാൾ അന്നേ ദിവസം അവിടെ എത്തി ഭക്ഷണം കഴിച്ചതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ടോ ഒരു വ്യക്തതയുമില്ല. അത് ജീവനക്കാർക്ക് അറിയുകയുമില്ല. നേരത്തെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്നതാണ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇയാൾക്ക് അടിച്ചു തകർക്കുന്നത് കണ്ട് ഈ ജീവനക്കാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നിയന്ത്രിച്ച് കൊണ്ടുപോയത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം മദ്യലഹരിയിലായിരുന്നു ഈ ആക്രമണമെന്നും മറ്റേന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി മറ്റ് നടപടിക്രമങ്ങളൊക്കെ തുടർന്ന് വരികയാണ്. ഈ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. കന്നേറ്റിയിലാണ് ഇത്തരത്തിൽ മന്തി മനസ്സിൽ എന്ന പേരിൽ ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഈ ഹോട്ടൽ ഉടമകളുമായോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുമായോ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടോ എന്നതാണ് പരിശോധിച്ചു വരുന്നത്. ഓക്കെ, മനോജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു പുതിയ ഹോട്ടലാണ്, അതിന്റെ ചില്ലും ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ നഷ്ടം ആ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ടാകും. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രകോപനം എന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും വ്യക്തതയില്ല. മനോജാണ് വിവരങ്ങൾ നൽകിയത്.